നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. നമ്മളിന്ന് നമ്മുടെ കേസ് സ്റ്റഡി സീരീസാണ് നമുക്കുള്ളത്. നമ്മുടെ കേസ് സ്റ്റഡി സീരീസിലെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും അതുപോലെ തന്നെ CA CMA പോലെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകൾക്കും വളരെ ആവശ്യമായിട്ടുള്ള ചില കേസ് സ്റ്റഡീസാണ് നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഒരു സെബിയുടെ സാസ്റ്റ് റെഗുലേഷൻ്റെ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ആൻഡ് ടേക്ക് ഓവർ ഗൈഡ് ലൈൻസിൻ്റെ അല്ലെങ്കിൽ റെഗുലേഷൻ്റെ വയലേഷനാണ്. ആ വയലേഷനെ കുറിച്ചിട്ടുള്ളൊരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റോണക് ലോഹിയ ആൻഡ് അതേഴ്സ്. റോണക് ലോഹിയ ഗ്രൂപ്പും അത് 10 പേരാണ് നോട്ടീസീസ് ഉള്ളത് വേഴ്സസ് സെബിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഈ സാസ്റ്റ് റെഗുലേഷൻ്റെ വയലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസിഷനാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഈ കേസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ഈ കേസിൽ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ലോഹിയ ഗ്രൂപ്പ്, അതായത് 10 മിസ്റ്റർ റോണക് ലോഹിയ ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള 3 HUFകൾ, പിന്നെ ബാലൻസ് ഇൻഡിവിജ്വൽസ്, ഇവരാണ് ഈ വയലേഷൻ ചെയ്തു എന്ന് സെബിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ അക്യൂസ് ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സാസ്റ്റ് റെഗുലേഷൻ്റെ വയലേഷൻ 2011 സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ റെഗുലേഷൻസിലെ വയലേഷനാണ്. അതായത് എലിഗന്റ് ഫ്ലോറിക്കൾച്ചർ ആഗ്രോടെക് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൽ അവർ ട്രേഡ് ചെയ്തെന്നും അവർ സാസ്റ്റ് അപ്ലൈ ആയിട്ടും അവർ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് സെബിക്ക് ചെയ്തില്ല എന്നതുമാണ് കേസ്. അതായത് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ആൻഡ് ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഗൈഡ് ലൈൻസ് പ്രകാരം എപ്പോഴാണോ നമ്മുടെ ഷെയർ ഹോൾഡിംഗ് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺ ആക്ടിങ് ഇൻ കൺസേർട്ട് എന്ന് പറഞ്ഞാൽ അവരുമായി ചേർന്നിട്ടുള്ള ആൾക്കാർ ചേർന്നുകൊണ്ട് അവരൊരു കമ്പനിയുടെ ഷെയർ ആദ്യമായി 5% അക്വയർ ചെയ്യുന്നത്, അതായത് ടോട്ടൽ അവരുടെ ഹോൾഡിംഗ് ആദ്യത്തെ 5% ആകുന്നത്, അപ്പോഴും പിന്നീട് ഓരോ പ്രാവശ്യവും 2% കൂടുതൽ മാറ്റം അതിലുണ്ടാവുകയാണെങ്കിൽ, പഴയ ഹോൾഡിങ്ങിൽ നിന്നും 2% കൂടുതൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നതാണ്. സെബിക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരൊരു വയലേഷൻ ചെയ്തു എന്ന സംശയത്തിൽ സെക്ഷൻ 15 സെബി ആക്ടിന്റെ സെക്ഷൻ 15I പ്രകാരം അവരെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു. ആൻഡ് നവംബർ 11, 2024 ഈ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഇവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. നമുക്കറിയാം, ഒരു ആർക്കെതിരെയും ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുക്കണം. സോ ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ഹാസ് ബീൻ ഗിവൺ ടു ദ നോട്ടീസീസ്. ഓൾ ദ നോട്ടീസ് ഹാസ് ബീൻ ഗിവൺ. വൈ ദ ഇൻക്വയറി ഷുഡ് നോട്ട് ബി ഹെൽഡ്? The question was why. This is a situation why an inquiry should not be held against you and a penalty may be imposed against you എന്നാണ് ചോദിച്ചത്. അവരതിന് റിപ്ലൈയും കൊടുക്കുകയും ചെയ്യുണ്ടായി. എന്തൊക്കെയായിരുന്നു ഇവരുടെ വയലേഷൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഈ എലിഗന്റ് ഫ്ലോറിക്കൾച്ചർ ആൻഡ് ആഗ്രോടെക് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ അവർ സെബി ആക്ടിന്റെ പല റൂൾസും റെഗുലേഷൻസും വയലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സാസ്റ്റ് റെഗുലേഷൻസും ജനുവരി 1, 2022 മുതൽ ജൂൺ 1, 2022 വരെയുള്ള സമയത്ത് വയലേറ്റ് ചെയ്തു എന്നായിരുന്നു അക്യൂസേഷൻ. ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം അവരുടെ ഷോക്കോസ് നോട്ടീസ് റിപ്ലൈ കിട്ടി. ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം എന്താണ് മനസ്സിലായതെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്താ മനസ്സിലായത്? The 10 Lohia Group entities were called by SEBI for personal appearance. അവരെ ആ ഇൻവെസ്റ്റിഗേഷനിൽ അവരോട് വരാൻ പറഞ്ഞു. റോണക്സ് ലോഹിയ അപ്പിയർ ചെയ്തു, വെർച്വലി അപ്പിയർ ചെയ്തു, ദെൻ വെബെക്സ് വഴി. ദെൻ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട അവരുടെ വാദങ്ങൾ മുഴുവനും കേട്ടു, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ കേട്ടു. ഈ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലോഹിയയുടെ ഒരു വെർഷൻ എന്ന് പറയുന്നത് അയാൾ ഇങ്ങനെ ഒരു അബദ്ധമുണ്ടായി എന്നും അത് അൺഇൻറ്റൻഷനൽ ആയിരുന്നു എന്നും, ഈ റോണക് ലോഹിയാണ് ഇവർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് എന്നും, ഈ റോണക് ലോഹിയ ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊരു അൺഇൻറ്റൻഷനൽ ആയിരുന്നു, മനഃപൂർവ്വം വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്നും, ഇത് അറിയാതെ പറ്റിയതാണെന്നും അത് എക്സ്ക്യൂസ് ചെയ്യണമെന്നുമാണ് റോണക് ലോഹിയ ആർഗ്യൂ ചെയ്തത്.
അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ആ സെക്യൂരിറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും അവർ മുമ്പിൽ പ്രസന്റ് ചെയ്തു. അതായത് ആദ്യത്തെ വയലേഷൻ ഉണ്ടായത് 27 ജനുവരി 2022 അതിനുശേഷം അടുത്ത 2% ചേഞ്ച്, ആദ്യത്തെ 5% ഹോൾഡിംഗ് ആയത് അവർക്ക് 29 ജനുവരി 2022 പിന്നീട് അവർ 10 പ്രാവശ്യത്തോളം എന്തുണ്ടായി, ടോട്ടൽ അവർ 10 പ്രാവശ്യത്തോളം അവരെന്തുണ്ടായി, അവർ ഈ 2% കൂടുതൽ ലാസ്റ്റ് ഹോൾഡിംഗിൽ നിന്നും 2% കൂടുതൽ ചേഞ്ച് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും അതവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ തെളിവ് സഹിതം അവരുടെ മുമ്പിൽ ഇൻഫോം ചെയ്തു, അവർക്ക് ഇൻഫോർമേഷൻ കൊടുത്തു. ദെൻ ആ സാസ്റ്റ് റെഗുലേഷൻ 29(1) ഇതിനെക്കുറിച്ച് പറയുന്നത്, വെനെവർ an acquirer is acquiring shares of first time, if they are acquiring shares of more than 5%, they have to inform, and every change after that 2% ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, ചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത് 2% നെറ്റ് വാങ്ങുക എന്നല്ല, 2% കൂടുതൽ മാറ്റം അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വിഷയമല്ല. അതായത് ഞാൻ 2% എടുക്കുന്നു, പിന്നീട് അത് 1.25% ആയിട്ടുണ്ടെങ്കിൽ പോലും വിഷയമല്ല, ദാറ്റ് ഹാസ് ടു ബി ഇൻഫോംഡ് എന്നാണ് റെഗുലേഷൻ പറയുന്നത്. സോ ഇതാണ് അവരുടെ വയലേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് അദ്ദേഹം റോണക് ലോഹിയ നോട്ടീസിൽ പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വാങ്ങുന്നതെന്നും അവരൊരിക്കലും അതൊരു മാർക്കറ്റ് മാനിപ്പുലേഷന് വേണ്ടിയിട്ടല്ലെന്നും അൺഇൻറ്റൻഷണൽ ആണെന്നും ഇതുവഴി ആർക്കും നഷ്ടമുണ്ടായിട്ടില്ല എന്നൊക്കെ റോണക് സിംഗ് ലോഹിയ ആർഗ്യൂ ചെയ്തു. അതിനുശേഷം അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജനുവരി 14, 2025 ഹിയറിംഗ് റീഷെഡ്യൂൾ ചെയ്തു. അതായത് അതിന് മുമ്പ് തന്നെ ജനുവരി 3 ഹിയറിംഗ് വെച്ചു. അത് പല കാരണങ്ങൾ കൊണ്ടും ജനുവരി 9 മാറ്റി. പിന്നീട് വീണ്ടും എക്സ്റ്റൻഷൻ ചോദിച്ചപ്പോൾ ജനുവരി 14, 2025 നോട്ടീസിക്ക് വേണ്ടി ഹിയറിംഗ് മാറ്റിവെച്ചു. ജനുവരി 14, 2025 നോട്ടീസ് അപ്പിയർ ചെയ്തു. അദ്ദേഹത്തിന്റെ മുൻ പറഞ്ഞിട്ടുള്ള എക്സ്ക്യൂസുകൾ തന്നെയാണ് പറഞ്ഞത്. അതായത് ഞങ്ങൾ അൺഇൻറ്റൻഷണൽ ആണെന്നും അത് മനഃപൂർവ്വമല്ല ചെയ്തതെന്നും ആണ് പറഞ്ഞത്. 3 കാര്യങ്ങളാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ കൺസിഡർ ചെയ്തത്. ഈ നോട്ടീസീസ് സെബിയുടെ സാസ്റ്റ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കെതിരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാമോ? പെനാൽറ്റി ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ എത്ര പെനാൽറ്റി ഇമ്പോസ് ചെയ്യണം? ഈ 3 ക്വസ്റ്റ്യനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസ് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ നോട്ടീസ് എപ്പോഴാണോ ആ നോൺ കംപ്ലയൻസ് ഉണ്ടാകുന്നത്, ആ നോൺ കംപ്ലയൻസ് ഇന്റൻഷണൽ ആണോ അൺഇൻറ്റൻഷണൽ ആണോ ഇത് നോക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ റോണക് ലോഹിയ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അത്ര വിവരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറ്റിയതാണ് എന്നുള്ള സാധാരണ പറയുന്ന എക്സ്ക്യൂസുകളെല്ലാം അദ്ദേഹം വെച്ചിരുന്നു. അപ്പോൾ അത് ഇഗ്നോറൻസ് ആയിരുന്നു, അതുകൊണ്ട് അപ്പോളജൈസ് ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇഗ്നോറൻസ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നുള്ളത് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അതായത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. എനിക്ക് നിയമം അറിയില്ല എന്നത് എനിക്ക് കുറ്റം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഈ നോട്ടീസ് സാസ്റ്റ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയിട്ട് റെഗുലേഷൻ 29 വ്യത്യസ്ത സബ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അക്വയർ ചെയ്യുന്ന സമയത്ത് ഇൻഫോം ചെയ്യണമായിരുന്നു എന്നും, ആ ഇൻഫോം ചെയ്യുന്ന സമയത്ത് ആരൊക്കെ ഇൻഫോം ചെയ്യണമായിരുന്നു, ഒന്ന് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ അവർ ലിസ്റ്റ് ചെയ്തത്, സെബി റെഗുലേഷൻ പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ, അതുപോലെ തന്നെ ആ കമ്പനിയെയും ഇൻഫോം ചെയ്യണമായിരുന്നു. ഇത് രണ്ടും അവർ ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഇത് പ്രകാരം ഈ ഒരു അനാലിസിസ് പ്രകാരം അവരുടെ പ്രസന്റ് ഇൻഫർമേഷൻ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഇവരെ ഇൻഫോം ചെയ്തിട്ടില്ല. വയലേഷൻസ് എത്ര പ്രാവശ്യം വയലേഷൻസ് ഉണ്ടായി എന്നുള്ളത് ക്ലിയർ ആയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ കൺസിഡർ ചെയ്തു. മൊത്തം 22.62% ഈ മൾട്ടിപ്പിൾ വയലേഷൻസുമായി ചേർന്നുകൊണ്ട് 22.62% ഷെയർ ഹോൾഡിംഗിൽ ഇൻക്രീസ് ഉണ്ടായി. ഇതൊന്നും അതിനുശേഷം അവർ ആ ഷെയർ ഹോൾഡിംഗ് പിന്നീട് 2% കുറയുകയും ചെയ്തു. 22.62% ഷെയർ കൂടി. അതിനുശേഷം April 4, 2022 അത് വീണ്ടും 2% കുറയുകയും ചെയ്തു. കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ചേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവർ ഇൻഫോം ചെയ്യേണ്ടതായിരുന്നു, അത് അവർ ഇൻഫോം ചെയ്തില്ല.
11 പ്രാവശ്യമാണ് ഈ മാറ്റം ഉണ്ടായത്. ഓരോ അതിന്റെ സെബിയുടെ റെഗുലേഷൻ പ്രകാരം, സെബിയുടെ റെഗുലേഷൻ 29 സാസ്റ്റ് റെഗുലേഷൻ പ്രകാരം ആദ്യത്തെ 5% കൂടുമ്പോഴും പിന്നീട് ഓരോ പ്രാവശ്യം 2% കൂടുമ്പോഴും ഇൻഫോം ചെയ്യണമെന്നായിരുന്നു. അത് ഇൻഫോം ചെയ്തിട്ടില്ല. സോ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാമോ എന്ന ചോദ്യത്തിന് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. കാരണം എന്താണ്, ഈ സുപ്രീം കോടതി സെബി വേഴ്സസ് ശ്രീറാം മ്യൂച്വൽ ഫണ്ട് കേസിൽ ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ്, ഒരു കോൺട്രവെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ദ മൊമെന്റ് യു കോൺട്രവെൻ യു ആർ ലയബിൾ ഫോർ പെനാൽറ്റി എന്നാണ്. അപ്പോൾ പെനാൽറ്റി കൊടുക്കണോ വേണ്ടയോ എന്നതിൽ യാതൊരുവിധ അഭിപ്രായവും ഇല്ല. അതുപോലെ തന്നെ ആ പെനാൽറ്റി കൊടുക്കാൻ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റി 1 ലക്ഷം രൂപയാണ് ആദ്യത്തെ ഇൻസ്റ്റൻസിന്. കണ്ടിന്യൂയിങ് ഒഫൻസിന് 1 ലക്ഷം രൂപ പെർ ഡേ വെച്ച് 1 കോടി രൂപയാണ് പെനാൽറ്റി. അപ്പോൾ ഇത് ഇമ്പോസ് ചെയ്യാൻ ഇവർ ലയബിൾ ആണ് എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. പക്ഷേ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഒരു ലീനിയന്റ് റിവ്യൂ എടുക്കുകയാണ് ഇവിടെ. അതായത് ഇവിടെ എത്രമാത്രം പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. സെബി ആക്ട് സെക്ഷൻ 15J നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സെബി ആക്ടിൽ പറയുന്നത് ഒരു കേസിനെ കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പെനാൽറ്റി ഇമ്പോസ് ചെയ്യേണ്ടത് എന്ന് സെക്ഷൻ 15J സെബി ആക്ട് 1992 പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്ന്, എത്രമാത്രം ഡിസ്പ്രപ്പോർഷനേറ്റ് ഗെയിൻ അവർ ഏൺ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ലോസ് ഈ ഇൻവെസ്റ്റർ ഗ്രൂപ്പിന് ഇവരുടെ ആക്ഷൻ കൊണ്ടുണ്ടായിട്ടുണ്ട്. 3, ഇത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണോ ഇവർ, അതായത് ഇവരൊരു ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണോ ഇവർ. ഈ 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഇതിനൊരു ലീനിയൻ വ്യൂ എടുക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ യാതൊരു തരത്തിലും ഇതിനു മുമ്പ് ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ ചെയ്തിട്ടില്ല. പിന്നെ ഇവരൊരു ഇന്റൻഷനിലല്ലായിരുന്നു, കാരണം ഇവരൊരു ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തതല്ല എന്നും ഡിസ്പ്രപ്പോർഷൻ ഗെയിൻ ഉണ്ടായിട്ടില്ലെന്നും ഇവരുടെ ഒരു ആക്ഷൻ പ്രകാരം അവരെന്ത് ചെയ്തിട്ടില്ല, വേറെ ഒരു ഇൻവെസ്റ്റർ ഗ്രൂപ്പിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ 6 ലക്ഷം രൂപ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ സെക്ഷൻ 15AB പ്രകാരം ആര് തീരുമാനിക്കുകയാണ്, ഈ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ തീരുമാനിക്കുകയാണ്. ഇതിന് അവർ 6 lakhs rupees പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്യുന്നത്. ഈ 6 lakh rupees പെനാൽറ്റി അവരോട് പ്രിസ്ക്രൈബ്ഡ് സമയത്തിനുള്ളിൽ, ദാറ്റ് ഈസ് വിതിൻ 45 days ഫ്രം ദ റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ, 45 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യാൻ പറയുന്നു. അത് പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്കെതിരെ റവന്യൂ റിക്കവറിക്കുള്ള ആക്ഷൻ, അറ്റാച്ച്മെന്റും അതുപോലെ മറ്റുള്ള അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് മൊബൈൽ ആൻഡ് മൊബൈൽ പ്രോപ്പർട്ടി ആൻഡ് അതർ ആക്ഷൻസ് ലൈക്ക് സെക്ഷൻ 28A ഓഫ് സെബി ആക്ട് പ്രകാരമുള്ള റിക്കവറി പ്രൊസീഡിംഗ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ടേക്ക് അവേ ഫ്രം ദിസ് കേസ് ഈസ് ലൈക്ക് റോണക് കേസ്. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോണക് ലോഹിയുടെ കേസിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആസ് പെർ ദ സെബി ഓർഡർ ഇൻ സെബി വേഴ്സസ് ശ്രീരാമിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയത്, ദ മൊമെന്റ് യു വയലേറ്റ് ദ കേസ്, the moment you violate, you are liable for penalty. അതിൽ യാതൊരു സംശയവും ഇല്ല. The moment you violate, and your arguments like I was not knowing, not intentional, like we were ignorant and we were not knowing the law, like we are illiterate, we are not having that background, ഇതൊന്നും സെബി കൺസിഡർ ചെയ്യില്ല. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എത്രമാത്രം ഗെയിൻ ഉണ്ടായി, എത്ര നഷ്ടമുണ്ടായി ഇൻവെസ്റ്റർ ഗ്രൂപ്പിന്, അത് റിപ്പീറ്റേറ്റീവ് നേച്ചർ നോക്കിയിട്ട് നിങ്ങൾക്കെതിരെ തീരുമാനം ഉണ്ടാവുമെന്നും പെനാൽറ്റി ഇമ്പോസ് ചെയ്യുമെന്നും മനസ്സിലാക്കുക. സോ ലോ എന്തിനു വേണ്ടിയിട്ടാണ്? പാലിക്കാൻ വേണ്ടിയിട്ടാണ്, വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. വയലേറ്റ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി പെനാൽറ്റി ഉണ്ടാവും. ഈ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് സെബി സാസ്റ്റ് റെഗുലേഷൻസിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കേസായിട്ട് ഉപയോഗിക്കാം. ഈ കേസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കേസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക്